Hello, my dear friends. Welcome to my YouTube channel PV's Pavilion. 19 October 2025. എല്ലാവരും മറക്കുക ഈ ദിവസം. ഓക്കെ, ഡബിൾ ധമാക്ക കളിയുണ്ടായിരുന്നൊരു സൺഡേ. ഓക്കെ, വൺ ഡേ ODI മാച്ച് അഗൻസ്റ്റ് ഓസ്ട്രേലിയ. Another match, Women's ODI World Cup against England. ആദ്യം ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിനെ പറ്റി പറയുക. പെർത്തിലായിരുന്നു വൺ ഡേ. അവിടെ മാരക ഫാസ്റ്റ് പിച്ചാണ്, ഗ്രാസി പിച്ചാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ടോസ് ജയിക്കുന്നു, ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. ഇന്ത്യ പോകുന്നു, പെട്ടെന്ന് ഔട്ടാവുന്നു. 3 വിക്കറ്റ് പോയത് എത്ര പെട്ടെന്നാണെന്ന് ഒരു പിടിയില്ല. അതിനിടയ്ക്ക് മഴ വരുന്നു. മഴ കാരണം മാച്ച് തുടങ്ങിയതും കുറച്ച് ലേറ്റായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നു. മഴയോടാണോ കളിക്കുന്നത്, ഓസ്ട്രേലിയയോടാണോ കളിക്കുന്നത്, ക്രിക്കറ്റാണ് കളിക്കുന്നത്, ഒരു അന്തമില്ലാത്ത കളി. എനിവേസ്, മഴയുടെ ഇൻ്ററപ്ഷൻസ് കാരണം, സമയം പോയത് കാരണം മാച്ച് കർട്ടൈൽ ചെയ്തിട്ട് 26 ഓവർ മാച്ചായി. ODI ടീം കളിക്കാൻ പോകുന്ന ഒരു T20 കളിക്കുന്ന പോലെ ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിവേ, ഇന്ത്യ സ്കോർ എടുത്തതൊരു 136 for 9 ആണ്. എല്ലാവരും ഔട്ടായില്ല, ശ്രദ്ധിക്കണം. ബട്ട് TLSൽ കളി തിരിഞ്ഞ് 26 ഓവർ കളി വന്നപ്പോൾ അവർക്ക് 131 മതി ജയിക്കാൻ. ഓക്കെ, സാധാരണ DLSൽ വരുമ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് റണ്ണ് കൂടുതലാണ് കൊടുക്കേണ്ടത്. ഏതോ DLSൻ്റെ കണക്കൊന്നും എന്നോട് ചോദിക്കരുത്. DLSൻ്റെ കണക്ക് കൺട്രി വൈസും ഇതൊക്കെ മാറി എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഇത്ര റണ്ണ് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത്ര റണ്ണ് ഉണ്ടാക്കുക. കൂടുതലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ബാറ്റിങ്ങിൽ 136 റണ്ണെടുത്ത ഇന്ത്യൻ ബാറ്റിങ്ങിൽ ആകെ തിളങ്ങിയത് ആരാണ്? അക്സർ പട്ടേൽ, പാവം ഓൾറൗണ്ടർ, 31 റൺസ്. KL രാഹുൽ എഗെയിൻ ഓൾറൗണ്ടർ, കാരണം വിക്കറ്റ് കീപ്പ് ചെയ്യേണ്ടത് അദ്ദേഹമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ആകെ ഒരു റിലയബിൾ, വിശ്വസിക്കാൻ പറ്റുന്നൊരു ബാറ്റർ ഉണ്ടെങ്കിൽ അത് KL രാഹുൽ. പിന്നെ നിതീഷ് റെഡ്ഡി മോശമാക്കിയില്ല. അവൻ്റെ ഇന്നലെ ODI ഡെബ്യൂട്ടായിരുന്നു. ODI ഡെബ്യൂട്ടിൽ ഒരു 19 റൺസ് എടുത്തിട്ടുണ്ട്. മോശം പറയണ്ട. ഈ എന്താ പറയുന്നത്, രോഹിത്തും കോഹ്ലിയും ഒന്നും എടുക്കാത്ത സ്ഥിതിക്ക്, ക്യാപ്റ്റനും ഒന്നും അധികം കളിക്കാത്ത സ്ഥിതിക്ക് നിതീഷ് റെഡ്ഡിയുടെ 19 റൺസ് മോശമല്ല, തീരെ മോശമല്ല. ഓക്കെ, ഏതായാലും അവർ മറുപടി ബാറ്റിങ്ങിന് വന്ന് മിച്ചൽ മാർഷ് ഒരു 46 നോട്ട് ഔട്ട്, ഫിലിപ്പ് 37, മാറ്റ് റൺഷോ 21 നോട്ട് ഔട്ട്. അഗൈൻ 3 വിക്കറ്റേ പോയുള്ളൂ. അർഷദീപിന് വിക്കറ്റ് കിട്ടി, അക്സറിന് വിക്കറ്റ് കിട്ടി, വാഷിങ്ടൺ സുന്ദരനും വിക്കറ്റ് കിട്ടി, ഓരോ വിക്കറ്റ്. കുട്ടികൾക്ക് അത്രയൊക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് 7 വിക്കറ്റിന് ഫസ്റ്റ് ODI മാച്ച് തോറ്റിരിക്കുകയാണ്. അടുത്ത 2 മാച്ചുകൾ 23-നും 25-നും നടക്കുന്നതാണ് ഓസ്ട്രേലിയയിൽ തന്നെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എന്തോ ആവട്ടെ എന്നുള്ള രീതിയിൽ കാത്തിരിക്കാം. ചിലർ പറയുന്നുണ്ട് ഫസ്റ്റ് മാച്ച് തോക്കുന്നത് നല്ലതാണ്, അടുത്ത 2 മാച്ചും ജയിച്ചോളൂ. അങ്ങനെയാണോ? ആണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, സങ്കടം എന്നല്ലാതെ എന്തു പറയാൻ, എന്ത് ചെയ്യാനാ മല്ലയ്യ എന്ന് ചോദിച്ചില്ലേ. അടുത്തത് ODI വിമൻസ് വേൾഡ് കപ്പ്. ഇന്ത്യക്കൊരു മസ്റ്റ് വിൻ മാച്ചായിരുന്നു ഇംഗ്ലണ്ടുമായിട്ട്. ഇംഗ്ലണ്ടിനെ പലപ്പോഴും ഇന്ത്യ തകർത്തിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലണ്ട് ഒരു പവർ ഹൗസാണ്. വിമൻസ് ക്രിക്കറ്റിൽ ഒരു സൂപ്പർ പവർ ഹൗസ് തന്നെയാണ് അവർ. ഏതായാലും അവർ എന്ത് ചെയ്തു, ഇന്ത്യയിലല്ലേ കളി, നല്ല ബാറ്റിംഗ് പിച്ചല്ലേ, അവർ ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾ ബൗൾ ചെയ്ത് ഞങ്ങൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യട്ടെ. ഓക്കെ, അവർ ബാറ്റ് ചെയ്ത് 288 റൺസ്, 8 പേര് ഔട്ടുമായി. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു സ്കോറ്.
ഉണ്ടാക്കി. പക്ഷേ നമുക്ക് ചേസ് ചെയ്യാവുന്ന സ്കോറേ ഉള്ളൂ. അതുപോലെ ബാറ്റിംഗ് പിച്ച് ആയതുകൊണ്ട് നമുക്ക് എടുക്കാമെന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. അപ്പോഴൊന്നും വലിയ പേടിയില്ലായിരുന്നു. എന്നാലും ഒരു 250 എബോവ് 250 സ്കോർ വരുമ്പോഴത്തേക്ക് സംബഡി ഹാസ് ടു ബാറ്റ് ടിൽ ലാസ്റ്റ്. എനിവേ അതിനകത്ത് ആമി ജോൺസ് 56 റൺ എടുത്തിരിക്കുകയാണ്. പിന്നെ അവരുടെ സൂപ്പർ ബാറ്റ്സ്വുമൺ അതായത് ഹിതർ നൈറ്റ് അഗെയിൻ ഷീ മേഡ് എ സെഞ്ചുറി 1009 റൺസ്. 109 റൺസ്. ആ 109 കണ്ടപ്പോൾ 1000 പോലെ തോന്നിയെന്നേ ഉള്ളൂ. ശിവർ ബ്രണ്ട് അവരുടെ ക്യാപ്റ്റൻ 38 എടുത്തു. അപ്പോൾ 288 റൺസാണ്. അപ്പോൾ നമുക്ക് 289 എടുത്താൽ നമുക്ക് ജയിക്കാം. നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ശ്രീചരണി 2 വിക്കറ്റ് എടുത്തു. 2 for 68. ദീപ്തി ശർമ്മ അഗെയിൻ ഗുഡ് ബോളിംഗ് 4 വിക്കറ്റ്സ് 4 for 51. ഓക്കെ, ഇന്ത്യ വളരെ ഭംഗിയായിട്ടാണ് കളിച്ചത്. 1-2 വിക്കറ്റ് അങ്ങനെ ഇന്ത്യ പൊരുതി കളിച്ചു. ഓക്കെ, ഇന്ത്യൻ വിമൻസ് നന്നായിട്ട് കളിച്ചു. സ്മൃതി മന്ദാന 88 റൺസ്, ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 70 റൺസ് 70 റൺസ്. ദീപ്തി ശർമ്മ ഓൾറൗണ്ടറിൻ്റെ മികവ് കാണിച്ചുകൊണ്ട് 50 റൺ 50. വെരി നൈസ്. റിച്ച ഘോഷിന് പഴയ കളിയിലെ പോലുള്ള ഫാസ്റ്റ് സ്കോറിങ് ചെയ്യാൻ പറ്റിയില്ല. ഷി ഫെയിൽഡ്. ആ സമയത്ത് അവൾക്ക് അടിക്കെല്ലാം നിവൃത്തിയില്ലായിരുന്നില്ല. ബട്ട് ദിസ് ടൈം ഷി കുഡ് നോട്ട് മേക്ക് ഇറ്റ്. അതുപോലെ അമൻജോത് ആൻഡ് സ്നേഹ് റാണ ലാസ്റ്റ് ക്രീസിലുണ്ടായിരുന്നു. ബട്ട് ദേ കുഡ് നോട്ട് ഫിനിഷ് ദി ലൈൻ. അങ്ങനെ തുച്ഛമായ 4 റൺസിന് ഇന്ത്യ തോറ്റിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് അടുത്ത കളികൾ ശ്രദ്ധിക്കാം. 2 മാച്ച് കൂടിയുണ്ട് ഇന്ത്യക്ക്. അത് രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ കളിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. ബൈ.